അമ്മയ്ക്കും ഒരായിരം നന്ദി. അമ്മയുടെ പ്രത്യക്ഷത്തിന് സാക്ഷിയായി ആൾത്തരലിനൊക്കെ ഉയർത്തിയ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസഫ് മാത്യു, എൻ്റെ വൈഫ് അഞ്ജു. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ദുബായിൽ ജോലി ചെയ്ത് ജീവിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ അമ്മയുടെ ഇടപെടൽ മൂലം ഉണ്ടായ 4 അനുഗ്രഹങ്ങളാണ് ഞങ്ങളോട് സാക്ഷ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, അഞ്ജുവിൻ്റെ വിവാഹം കഴിച്ചു ചെല്ലുമ്പോൾ 2017 അഞ്ജുവിനോട് പറഞ്ഞു അവൾക്ക് അവളുടെ എഡ്യൂക്കേഷൻ ലോൺ ഒരു ജോലി ചെയ്ത് സ്വന്തമേതായി വിട്ടുകൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉൾക്കൊള്ളുകയും അഞ്ജുവിൻ്റെ പിന്നെ വിവാഹശേഷം ഒരു 6 മാസത്തിന് ശേഷം UAE കൊണ്ടുവരികയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ അവൾക്ക് ആദ്യമേ ജോലി കിട്ടാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. ആ പ്രയാസപ്പെട്ടപ്പോൾ 1 വർഷത്തോളം ജോലിക്കായി അലഞ്ഞു. അതിനുശേഷം അവൾ സ്വന്തമായി ജോലി കണ്ടെത്തി അവൾക്ക് ആ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായ ബാധ്യത പൂർണ്ണമായി തീർക്കാൻ സാധിച്ചു. അത് അമ്മയുടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. രണ്ടാമതായി, ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ എറണാകുളം ഭാഗത്തൊരു സ്ഥലം വാങ്ങിക്കണമെന്നുള്ളത്. അത് ഞങ്ങൾക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തൻ്റെ ഒരു സ്ഥലം കളമശ്ശേരി ഭാഗത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയതിനായിട്ട് ഒരു മൊത്തം തുകയും ചോദിച്ച് കയ്യിൽ കൊടുക്കാൻ നമുക്ക് നിർവാഹമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, എനിക്ക് മൊത്തം പൈസ തരണ്ട, നിനക്ക് തവണകളെ തന്നാൽ മതി. അങ്ങനെ ആ ഒരു ഇടപെടൽ കൊണ്ട് അത് മാതാവിൻ്റെ ഇടപെടലാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അങ്ങനെ ഞങ്ങൾക്ക് ഭൂമി മേടിക്കാൻ സാധിച്ചു. അതുപോലെ മൂന്നാമതായി, ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് എറണാകുളത്ത് വേണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമായിരുന്നു. കാരണം അഞ്ജുവിൻ്റെ പേരൻസ് ഇവിടെയാണ്, ഞങ്ങൾക്ക് അവരെ നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഞങ്ങളത് നിരന്തരമായി സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അതിന് ഫലമായി കഴിഞ്ഞ നവംബർ മാസം ഞങ്ങൾക്കൊരു ഫ്ലാറ്റിൻ്റെ ഡീല് വരികയും ഇവിടുത്തെ നല്ലൊരു പ്രോപ്പർട്ടി ഫൈൻഡർ കണ്ടുപിടിക്കുകയും അവരുടെ അതുപോലെ ഞങ്ങൾ ഉദ്ദേശിച്ചൊരു തുക കൊടുക്കാതെ വളരെ ചെറിയ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. അതിൻ്റെ ലോണും കാര്യങ്ങളെല്ലാം ഇപ്പോൾ സാങ്ഷനായി കിട്ടി. അതിന് രജിസ്ട്രേഷൻ ഫൈനൽ സ്റ്റേജിലാണ്. നാലാമതായി, കഴിഞ്ഞ വർഷം ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ വരുന്ന സമയത്ത് ഒരു വാഹനപടം ഞങ്ങളുടെ നേരെ മുഖാമുഖം കണ്ടു. ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നു ഓർത്ത് ഒരു സമയം മാതാവിനെ ആ വണ്ടി എങ്ങോട്ട് പോയെന്നൊക്കെ അറിയില്ല, അത് ഉറച്ചു വസിക്കുന്ന മാതാവിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് സംഭവിച്ചത്. ഞങ്ങളുടെ മാതാവ് അതിൽ നിന്നും അത്ഭുതമായി ഞങ്ങളെ രക്ഷപ്പെടുത്തി. ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന അമ്മയ്ക്കും മകനും ഒരായിരം നന്ദി, ഒരായിരം നന്ദി, ഒരായിരം നന്ദി. ലവ് യു ജീസസ്. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി. ഞങ്ങളുടെ ഈ ജീവിതത്തിൽ അമ്മയുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ ഞങ്ങളുടെ ഒരു സ്ഥലം വാങ്ങിക്കുന്ന കാര്യത്തിലാണെങ്കിലും അതിൻ്റെ ഡോക്യുമെൻറ്റ്സിൽ ഞങ്ങൾ ഉടമ്പടി തയ്യലെല്ലാം പൂശി പ്രാർത്ഥിച്ചാണ് സൈൻ ചെയ്ത് അത് കൊറിയറായിട്ട് ഞങ്ങൾ അയച്ചു കൊടുത്തത്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അഫോർഡബിളായിട്ടുള്ളൊരു വിലയിൽ ഞങ്ങൾക്കത് സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ആളുകളുടെ കയ്യിൽ നേരിട്ട് പ്രാർത്ഥിച്ച് അവർക്ക് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിൽ ടോക്ക് കൂടുകയും അത് സ്റ്റാറ്റസായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യും. അതുപോലെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടുന്നുണ്ടായിരുന്നു, അതും എല്ലാവർക്കും ഷെയർ ചെയ്യുമായിരുന്നു. കാരുണ്യപ്രവൃത്തികളിലായിട്ട് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരെ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ പണം അയച്ച് സഹായിക്കുക ചെയ്തുകൊണ്ടിരുന്നത്. നാട്ടിലുള്ള സമയത്താണെങ്കിലും പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ രോഗമായിട്ട് കഴിയുന്നവരെ നേരിട്ട് കണ്ട് അവർക്ക് പറ്റുന്ന സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. അതുപോലെ രോഗികളെ ശുശ്രൂഷിക്കുന്ന കെയർ ഹോമുകളിൽ ഫുഡൊക്കെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മാറ്റമാണ് ഞങ്ങൾ അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ ധ്യാനത്തിൽ കൂടി അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, വിഷയബന്ധിയായിട്ടല്ല ഉടമ്പടി ചെയ്യേണ്ടത്. അത് നമ്മുടെ നിയോഗങ്ങളെല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞു, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട ആവശ്യമില്ല. അതുതന്നെയാണ് ഈ ഉടമ്പടി എടുത്തതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബോധ്യം കിട്ടിയത്, ഒരു തിരിച്ചറിവ് കിട്ടിയത്. ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്നൊരു മാറ്റം, കൂടുതൽ സമയം പ്രാർത്ഥനകൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഉടമ്പടി നിബന്ധന പറയുന്ന പോലെ അരമണിക്കൂർ അതിൽ കൂടുതലും തന്നെ ബൈബിൾ വായിക്കാനൊക്കെ സമയം ചെലവഴിക്കുമായിരുന്നു. അതുപോലെ ഞായറാഴ്ചകളിലാണ് മിക്കവാറും കുർബാനകൾ പോകുന്നത്, ബാക്കി എല്ലാ ദിവസവും പോകാൻ സാധിക്കാറില്ലായിരുന്നു. ആ ഞായറാഴ്ചകളിലെ കുർബാന കൂടുതലും മുടങ്ങാതെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും കൂടാൻ വേണ്ടി അമ്മയുടെ ഒരു അനുഗ്രഹം ലഭിച്ചിരുന്നു. ആത്മീയ ജീവിതത്തിൽ വളരെയധികം മാറ്റം അമ്മ കൊണ്ടുവന്ന് തന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കർത്താവിനെ കാത്തിരിക്കുവിൻ,
അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. സങ്കീർത്തനം 37:34 വചനമാണ്. കർത്താവിനെ കാത്തിരിക്കുവിൻ, ഇത് വിശ്വാസത്തോടെയുള്ള ക്ഷമയാണ്. ചിലപ്പോൾ അല്പം വൈകിയാലും ദൈവിക പദ്ധതിയിൽ ഉറച്ച വിശ്വാസത്തോടെ നിലകൊള്ളുമ്പോൾ ദൈവം നമ്മുടെ കൂടെ വരുന്ന ഒരു വലിയൊരു അനുഭവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. ഇന്നത്തെ ലോകത്ത് ഉടൻ വിജയം, ഉടൻ ഫലം എന്ന മനോഭാവമാണ്. ദൈവം ഒരിക്കലും വൈകുന്നില്ല, പക്ഷേ ശരിയായ സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കൃപാസനം അമ്മ കാത്തിരിക്കുന്നവരുടെ ഒരു അമ്മയാണ്. ഈ ആലയത്തിലെത്തുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾ, ജോലി കിട്ടാൻ കാത്തിരിക്കുന്ന മക്കൾ, പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, രോഗശാന്തിക്കായി, ജോലിക്കായി, ഭവനത്തിനായി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ആ മക്കളുടെ പ്രാർത്ഥന ഈശോയും അമ്മയും കേൾക്കാതിരുന്നിട്ടില്ല. പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നതും കാത്തിരിക്കുക എന്നാണ്. എൻ്റെ മകൻ്റെ അടുക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാമെന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. നമ്മുടെ പ്രശ്നങ്ങളിൽ ഓടിപ്പോകാതെ കർത്താവിനെ കാത്തിരിക്കാം, ഈശോയുടെ മാർഗം പിന്തുടരാം. അതാണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത്. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ്. കാത്തിരിപ്പിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. അഞ്ജു എന്ന സഹോദരി നമ്മളോട്, അഞ്ജു ഹസ്ബൻഡ് നമ്മളോട് ഷെയർ ചെയ്തത്. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ മകൾ ആദ്യമായിട്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടിരുന്നു, ജോലിക്ക് ശ്രമിച്ചിരുന്നു. പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മകൾക്ക് ലോൺ കിട്ടുകയും പിന്നീട് ആഗ്രഹിച്ച സമയത്ത് ഒരു ചെറിയ ഭവനം ലഭിക്കുവാനും വസ്തു മേടിക്കുവാനും എല്ലാ കാര്യങ്ങളും ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോയും അമ്മയും ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ട് ചെയ്തു കൊടുക്കുകയായിരുന്നു. പിന്നീട് ഇവർ പറഞ്ഞ ഫ്ലാറ്റ് മേടിച്ചതും വസ്തു മേടിച്ചതുമെല്ലാം ഈശോയിലും അമ്മയിലും തുടർന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമാണെന്നാണ് ഇവർ പറഞ്ഞത്. കാരണം ഇവരാദ്യം ഉടമ്പടി എടുത്തു, എല്ലാ കാര്യങ്ങളും ഈശോയ്ക്കും അമ്മയ്ക്കും അങ്ങ് വിട്ടുകൊടുത്തു. ബാക്കി പ്രേക്ഷിത പ്രവർത്തനവും പ്രാർത്ഥനകളുമായിട്ട് ജീവിതം മുന്നോട്ട് നീങ്ങി. ഉടമ്പടി വന്നതിന് ശേഷമാണ് ഇവർക്ക് ആ ബോധ്യമായത് ഉടമ്പടി വെറും വിഷയബന്ധിയല്ല, ഉടമ്പടി ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. നമ്മളുടെ നിബന്ധനകൾ പലപ്പോഴും വിഷയബന്ധിതമാണ്, പക്ഷെങ്കിൽ ദൈവത്തിന് വ്യക്തിബന്ധമായ ഒരു ബന്ധമാണ് ഉടമ്പടിയിൽ യേശു ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൽ വളരാനും നമ്മുടെ നിയമങ്ങളെല്ലാം സമർപ്പിച്ച് അങ്ങ് വിട്ടുകൊടുക്കാനായിട്ടാണ്. ജസ്റ്റ് ലിവ് ടു ഗോഡ്. ദൈവം കാണുന്നത് ആന്തരിക മനുഷ്യനെയാണെന്നാണ് Ephesians 3:16 പറയുന്നത്. നമ്മളുടെ മനസ്സും നമ്മൾ ആരാണ് എന്നാണ് ദൈവം നോക്കുന്നത്. നമ്മൾ എത്രമാത്രം ദൈവസ്നേഹത്തിൽ വളരുന്നതെന്നും നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെന്നുമാണ് ദൈവം നമ്മുടെ മനസ്സ് കണ്ടാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഓരോ കാര്യങ്ങളും നമുക്ക് കാത്തിരിക്കാം, ഹൃദയം തുറന്ന്. ദൈവം നമ്മളെ നയിക്കട്ടെ. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. അഞ്ജുവിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.